മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്ന ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു കോൾഡ് പോർസലൈൻ ചെയ്ത കപ്പാണ്. കണ്ടോ, ക്രിസ്മസിൻ്റെ തീമാണ് ഞാൻ ഈ കപ്പിൽ ചെയ്തേക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് കോൾഡ് പോർസലൈൻ. സോ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിന് ഉപയോഗിക്കുന്ന ക്ലേ ഞാൻ വീട്ടിൽ ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മഗ് ആർട്ട് ചെയ്യാനായിട്ട് ഒരു സെറാമിക്കിൻ്റെ കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ക്ലേ ആണ്. ഇതേപോലെ കുറച്ച് പോർഷൻസ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നുള്ളൂ, എടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് ക്ലേ ആണ്. നിങ്ങൾക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ഹോം മെയ്ഡ് ക്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം അതിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഷേപ്സ് ഇങ്ങനെ കൈവച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലാച്ച നിങ്ങൾക്ക് ടൂൾസ് ഉപയോഗിച്ച് പരത്തി വേണമെങ്കിലും എടുക്കാം കേട്ടോ. പരത്തുന്ന സമയത്ത് നമ്മൾ കുറച്ച് ടാൽക്കം പൗഡർ യൂസ് ചെയ്താൽ മതി ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഇത് ഡ്രൈ ആവാത്ത ക്ലേ ആയതുകൊണ്ട് നമുക്കിത് തന്നെ ഡയറക്റ്റ് ഒട്ടിച്ചെടുക്കാം. ഞാൻ വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോൾ അങ്ങനത്തെ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാം. ഇപ്പം ഞാനൊരു കാര്യം പറയാം, ചെറുതായിട്ട് ഞാൻ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തേക്കുന്നതിൻ്റെ റീസൺ ഇതിപ്പോൾ ഇത്ര ഉണങ്ങി കഴിയുമ്പോൾ മേ ബി ഇളകി വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിപ്പോൾ ഞാനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു വൈറ്റ് ഗ്ലൂ വെച്ച് ജസ്റ്റ് ഒന്ന് സ്പേസ് വേണം. കണ്ടില്ല, നമുക്ക് മൂവബിൾ ആണ്, കണ്ടോ, മൂവ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇങ്ങനെ ഷേപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ ഉണങ്ങിയതിന് ശേഷം നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ പേനയുടെ പോയിന്റിൽ നിപ്പ് വെച്ചിട്ടാണ് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളിത് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നെങ്കിലും കുറച്ച് കഴിയുമ്പം ഇത് ഇളകി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നും, അയ്യോ ഇതെന്താ ഇളകി പോകുന്നതെന്ന്. അത് സാരമില്ല, അതിന് ശേഷം നമുക്ക് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് ടൂൾസ് യൂസ് ചെയ്യാം, അല്ലാച്ച നമ്മുടെ ബ്രഷില്ലേ, പോയിൻറ്റഡ് ബ്രഷ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇതുപോലെ ഷേപ്പൊക്കെ ആക്കി എടുക്കാൻ പറ്റും. സാൻഡയുടെ മുഖം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാപ്പിൻ്റെ പോർഷൻ വെക്കുകയാണ്. അപ്പോൾ പാപ്പാജി ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ മുഖം അങ്ങനെ ഒരു ഷേപ്പ്, ക്രിസ്മസ് തീം അങ്ങനെ ഒരു ഷേപ്പ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഞാൻ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൂപ്പർ ഗ്ലൂ അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കാം. ഇത് ഉണങ്ങിയതിന് ശേഷം കുറച്ച് സമയം എടുക്കും കേട്ടോ ഉണങ്ങാനായിട്ട്. നമ്മൾ എടുക്കുന്ന ക്ലേയുടെ തിക്നെസ് അനുസരിച്ചിരിക്കും അത് എത്രമാത്രം ടൈം എടുക്കുമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. മുഖം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് കുറച്ച് ഷേപ്പിങ്സ് കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഫുൾ ഡെക്കർ ചെയ്തെടുക്കാൻ പറ്റും. കൈവച്ച് തന്നെ പരത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ടൂൾസ് ഉപയോഗിക്കാം. ഇത് എംബോസിങ് അല്ല, നമുക്ക് കടലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലത്തെ ഷേപ്സുകൾ. അപ്പോൾ അതേപോലത്തെ കുറേ ഷേപ്സ് ഒരു പാക്കറ്റിൽ കിട്ടും, അങ്ങനെ വാങ്ങിച്ചാണിത്. ഇപ്പോൾ നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഒരു ഷേപ്പ് മാത്രമേ ഇതിൽ കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ മുറിച്ചെടുത്താലും മതി. അപ്പോൾ ആ സൈഡ് വിട്ടു പോകാതെ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെറുതായിട്ട് മുഴച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നും, കീറി ഇരിക്കുന്ന പോലെയൊക്കെ. അത് നമുക്ക് ഇച്ചിരി വെള്ളം തൊട്ടൊന്ന് എന്താ പറയുക, കൈ കൊണ്ടൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ കിട്ടി. ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് കൊടുത്താൽ മതി. കയ്യിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട്
അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ ആ ഒരു എഡ്ജസൊക്കെ ഇങ്ങനെ വന്ന് മുഴച്ചിരിക്കുന്ന പോലത്തെ ഒന്നും അല്ലാതെ കിട്ടും. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം ഇത് ചെയ്യാവോ, അല്ലെങ്കിൽ ചിലപ്പോൾ കൈതട്ടിയൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം മാത്രം സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ. പിന്നീട് ഞാൻ എടുത്തേക്കുന്ന ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പാണ്. ഇനി ഇത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സൈഡൊക്കെയുള്ള പാച്ചസ് പോലത്തെ ഒന്നൊക്കെ അങ്ങ് മാറിക്കിട്ടും. ടൂത്ത് പിക്ക് വെച്ച് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ട്രേയുടെ അവിടെയൊക്കെ. ഇതേപോലെ ഉണ്ടാക്കിയ ഒരു ഫ്ലവറാണിത്. ഇത് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, ഞാൻ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ ചില മിനിയേച്ചർ, അതായത് ചെറുതായിട്ട് ചെറിയ കട്ടി കുറഞ്ഞ് ചെയ്തത് വൈറ്റ് ഗ്ലൂവിൽ തന്നെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചതാണ്. അത് ജസ്റ്റ് നമ്മൾ ഇതേപോലെ കണ്ടോ, നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ ഇച്ചിരി കട്ടി കൂടിയതാണെങ്കിൽ ഇതേപോലെ ക്ലേ ഇളകി വരും. അപ്പോൾ നമുക്കിത് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. സൂപ്പർ ഗ്ലൂ ഒട്ടിക്കുമ്പോൾ മാക്സിമം നിങ്ങൾ കപ്പിലൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആ ഇളകിയ സാധനം വെക്കുക, ഇളകിയ ഭാഗം വെക്കുക കേട്ടോ. കാരണം മേ ബി കൈയിൽ ഒട്ടിപ്പിടിക്കാൻ ഭയങ്കര ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒന്നുകിൽ നിങ്ങൾക്കിത് കളർ അടിച്ചതിന് ശേഷം ഒട്ടിക്കാം, അല്ല ചില കളർ അടിക്കുന്നതിന് മുന്നേ ഒട്ടിച്ചാലും കുഴപ്പമില്ല. ഇനി ഇതിന് ശേഷം ഇതിൽ അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മാക്സിമം നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലത്തെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സൂപ്പർ ഗ്ലൂ ആണ്, അതേപോലത്തെ ഒട്ടുന്ന പശ എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിന് കളർ ചെയ്ത് കൊടുക്കാം. ഞാനൊരു ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ സ്കിൻ കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതാണ് ഞാൻ മുഖത്തിന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കളർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ക്ലേ ഉണങ്ങുമ്പോൾ ഇളക്കി എടുത്തതിന് ശേഷം ഇളക്കി വീടുള്ള ആ ടൈമിൽ തന്നെ കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, കപ്പിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നൊക്കെ പേടിയുള്ളവർക്കാണ് അങ്ങനെ ചെയ്യുക കേട്ടോ. ചെറിയ ബ്രഷാണ് എടുത്തേക്കുന്നത് കളർ ചെയ്യാനായിട്ട്. മുഖത്ത് ഏകദേശം ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് നമുക്ക് പപ്പാജിയുടെ പുരികം, കണ്ണ് അങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ടൂത്ത് പിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ചെറിയതായതുകൊണ്ട് അത് വെച്ചിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കപ്പിൽ ഏകദേശം എല്ലാം ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കാം. അതിനുശേഷം ഇപ്പുറത്തെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ നമുക്ക് ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതി കൊടുക്കാം. ഹാപ്പി ക്രിസ്മസ് എന്ന് അങ്ങനെ ഒരു വിഷസ് എഴുതി വയ്ക്കാം. തൽക്കാലം ഇത് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ ഗൈസ് ഇത് കണ്ടല്ലോ, നമ്മളുടെ ക്രിസ്മസ് ഡേക്ക് കപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റാണ് ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ ഞാൻ മേരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എഴുതിക്കുന്ന ട്രേസിങ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. എൻ്റെ അത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒന്നുമില്ല. സോ ട്രേസിങ് പേപ്പർ, അതായത് കാർബൺ പേപ്പർ ഉപയോഗിച്ച് എഴുതിയതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ക്രിസ്മസ് ഡെക്കർ കപ്പ്. ബോട്ടിലിൽ ആർട്ട് ചെയ്യുന്ന പോലെ, ക്ലേ കൊണ്ട് ആർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കപ്പിലും ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. എളുപ്പമാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഓരോ ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം.
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ ഒരു അടിപൊളി ഐറ്റമായിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.